നമസ്കാരം. പൂഞ്ഞാർ 108 നമ്പർ ശാഖായോഗത്തിൻ്റെ പത്രസമ്മേളനമാണ്. ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് എം ആർ ഉല്ലാസ്, സെക്രട്ടറി ശ്രീ എം ആർ ദിലീപ്, കമ്മിറ്റി അംഗങ്ങളായ ശ്രീ വിശ്വംഭരൻ കൊച്ചാനിമൂട്ടിൽ, ശ്രീ ശശിധരൻ കടലാടിമറ്റം എന്നിവരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ ഉദ്ദേശം, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പൂഞ്ഞാറിൽ എത്തിച്ചേർന്നിട്ട് 100 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 1927 ജൂൺ മാസം 7-ാം തീയതിയാണ് ശ്രീനാരായണ ഗുരുദേവൻ പൂഞ്ഞാറിൽ തിരുസന്നിധാനം ചെയ്തത്. 1927 ജൂൺ 3-ന് മേണിച്ചി താലൂക്കിൽ കിഴവൻകുളത്തെത്തുകയും 6-ാം തീയതി എടപ്പാടിയിലെത്തുകയും 6-ാം തീയതി ജൂൺ 6-ന് പുലർച്ചെ 3 മണിക്ക് എടപ്പാടിയിൽ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം 7-ാം തീയതി പൂഞ്ഞാറിൽ എത്തിച്ചേരുകയും ചെയ്തു. നമുക്കറിയാം, ആധുനിക ലോകത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങൾക്ക്, സന്ദേശങ്ങൾക്ക് നാൾക്കുനാൾ പ്രസക്തി ഏറി വരികയാണ്. അപ്പോൾ ഭഗവാന്റെ ആ സന്ദേശം എല്ലായിടങ്ങളിലും എത്തിക്കുക നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും, സർവരും സോദരത്തേണം വാഴുന്ന മാതൃകാ സ്ഥാനം ആണ് കേരളം എന്ന ഭഗവാൻ 1888 അരിയപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം എഴുതുകയുണ്ടായി. അപ്പോൾ ആ ഒരു സന്ദേശം മേണിച്ചി താലൂക്കിലെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഈരാറ്റുപേട്ട, പൂഞ്ഞാർ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം, എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഐക്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ഒക്കെ ജീവിക്കുന്ന ഈ അവസരത്തിൽ, ഒപ്പം തന്നെ കലുഷമായിരിക്കുന്ന പല സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളുള്ള ഈ സമയത്ത് ഭഗവാന്റെ വചനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. എല്ലാവരും ഒന്നാണെന്നുള്ളൊരു സന്ദേശം എല്ലാ വിഭാഗങ്ങളിലും, ഹൈന്ദവർക്കിടയിൽ മാത്രമല്ല, അല്ല ശ്രീനാരായണ സമൂഹത്തിനിടയിൽ മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും ആ ഒന്നാണെന്നുള്ളൊരു സന്ദേശം ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക, പ്രത്യേകിച്ച് പുതുതലമുറയെ ഈ കാര്യങ്ങൾ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ശതാബ്ദി, 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് SNDP യോഗം 108 നമ്പർ ശാഖ നേതൃത്വം കൊടുക്കും. 1927 ജൂൺ മാസം 7-ാം തീയതി വന്നു. അപ്പോൾ 2026 ജൂൺ മാസം 7-ാം തീയതി രാവിലെ 9 മണിക്ക് മഹാഗുരുപൂജയോടുകൂടിയാണ് ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. ആ മഹാഗുരുപൂജയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ശിവഗിരി മഠത്തിന്റെ മുൻ മഠാധിപതിയും ശ്രീനാരായണ ഗുരുദേവൻ കളരി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ചേവണ്ണൂർ കളരിയുടെ ഇപ്പോഴത്തെ ചുമതല നിർവഹിക്കുന്ന, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികളും ക്ഷേത്രത്തിന്റെ തന്ത്രികൾ ബ്രഹ്മശ്രീ രഞ്ജു അനന്തഭദ്ര തന്ത്രികളും ആണ് മഹാഗുരു പൂജ നടത്തുന്നത്. ഏതാണ്ട് 3000-ഓളം ഗുരു പൂജ, 3000-ഓളം ആളുകളുടെ പേരും നാളും ചൊല്ലി അർച്ചന നടക്കുകയാണ്. രാവിലെ 9 മണിക്ക് ഈ ജൂൺ മാസം 7-ാം തീയതി. ശേഷം 10 മണിക്ക് പൊതുസമ്മേളനം ആരംഭിക്കും. ആ പൊതുസമ്മേളനത്തിൽ ശാഖായോജന സെക്രട്ടറി എം ആർ ദിലീപ് സ്വാഗതം ആശംസിക്കും. ആ സമ്മേളനം പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. ഈ കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിച്ച കുട്ടി, അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിൽ നിന്ന് റാങ്ക് കിട്ടിയൊരു കുട്ടിയും നമ്മൾ ശാഖായോഗത്തിലുണ്ട്. അവരെ ആദരിക്കും. മുഖ്യാതിഥിയായിട്ട് SNDP യോഗത്തിന്റെ മുനിസിപ്പൽ യൂണിയന്റെ ചെയർമാൻ ശ്രീ സുരേഷ് ഇട്ടികുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തും. മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജ്യോതിഷ് മോഹൻ IARS മുഖ്യപ്രഭാഷണം നടത്തും. അതോടൊപ്പം തന്നെ ആ യോഗത്തിന് തിരിതെളിക്കുന്നത് ഭഗവാൻ നാമധേയം ചെയ്ത 2 പേരാണ്. ശ്രീനാരായണ ഗുരുദേവനെ നേരിൽ കാണാൻ ഭാഗ്യം സിദ്ധിച്ച, അല്ല ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് കണ്ട 2 പേരാണ് അതിന് ഭദ്രദീപം തെളിക്കുന്നത്. ഒന്ന് മങ്കുഴിയിൽ രവീന്ദ്രൻ വൈദ്യരും മറ്റൊന്ന് പാലമ്പറമ്പിൽ സുശീലാമ്മയുമാണ്. അപ്പം അങ്ങനെ ആ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആ സമ്മേളനത്തിന്, ശതാബ്ദി ആഘോഷത്തിന് ആ സമ്മേളനത്തോടു കൂടി തുടക്കം കുറിക്കുകയാണ്. വിവിധങ്ങളായ പദ്ധതികളാണ് ശാഖായോഗം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ക്ഷേത്രങ്ങൾ വഴിയുള്ള തീർത്ഥാടനങ്ങൾ 2-3 ബാച്ചുകളായി അത് നടത്തപ്പെടും. അതോടൊപ്പം തന്നെ വനിതാ സമ്മേളനം, യുവജന സമ്മേളനം ഉൾപ്പെടെയുള്ള വലിയ ബൃഹത്തായ പദ്ധതികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെല്ലാം പിന്നാലെ അറിയിച്ചുകൊള്ളാം. ഈ കഴിഞ്ഞ കുംഭപൂയ മഹോത്സവത്തിനും ധനുമാസ തിരുവാതിര മഹോത്സവത്തിനും പത്രമാധ്യമ സുഹൃത്തുക്കള്, ദൃശ്യമാധ്യമ സുഹൃത്തുക്കളൊക്കെ നൽകിയ വലിയ ഒരു സപ്പോർട്ടിന്, മങ്കുഴി ക്ഷേത്രത്തോട് കാണിച്ച വലിയൊരു സ്നേഹത്തിന് കൃത്യമായ നന്ദി അറിയിക്കുന്നു.
ഒപ്പം തന്നെ ഇതും നല്ല രീതിയിലേക്കുള്ള ആളുകൾ വരുന്നതിന് എല്ലാവരും സമന്മാരാണ്, എല്ലാവരും ഒന്നാണെന്നുള്ള ആ ഗുരുവിന്റെ വാക്യം അവിടെ പൂഞ്ഞാറിൽ പ്രാവർത്തികമാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എല്ലാ ജനവിഭാഗങ്ങളെയും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട്